ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ ഹാരിസ് ഇബ്നു സുബൈദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ ഒന്നാണ്. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു അഫ്റഹു ബിതൗബത്തി അബ്ദിൽ മുഅ്മിനിൻ മിൻ റജുലിൻ. ഈമാനുള്ളൊരു മനുഷ്യൻ അവന്റെ പാപത്തെക്കുറിച്ച് ബോധമുള്ളവനായതുകൊണ്ട് തന്നെ പാപത്തിന്റെ പൊറുക്കലിനെ ചോദിക്കണമെന്ന ചിന്ത അവന്റെ മനസ്സിലുണ്ടാകും. ആ മനുഷ്യൻ പടച്ച റബ്ബിനോട് പാപത്തെക്കുറിച്ച് അല്ലാഹുവിനോട് ഖേദിക്കുമ്പോൾ, മനസ്സുകൊണ്ട് ഖേദിക്കുമ്പോൾ അല്ലാഹുവിന് എന്തൊരു സംതൃപ്തിയാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വ്യക്തി ഒരു പ്രദേശത്ത് പോയി ഇറങ്ങി, അവിടെ ആരുമില്ലാത്ത വിജനമായ ഒരു പ്രദേശം, ധാരാളം നാശത്തിന് വകുപ്പുള്ളൊരു പ്രദേശം. അവിടെ ചെല്ലുമ്പോൾ അവന്റെ കൂടെ അവന്റെ വാഹനത്തിൽ അവന്റെ ഭക്ഷണമുണ്ട്, അവന്റെ പാനീയമുണ്ട്. അങ്ങനെ ഈ വാഹനം നിർത്തിയിട്ട് അവനൊരൽപ്പം റെസ്റ്റ് എടുത്തു. ചെറിയ ഒരുറക്കം ഇറങ്ങിപ്പോയി. ഉറക്കി തെളിഞ്ഞു നോക്കുമ്പോൾ വാഹനം കാണുന്നില്ല. ആ വാഹനപ്പുറത്താണ് ഭക്ഷണമുള്ളത്, ആ വാഹനത്തിലാണ് വെള്ളമുള്ളത്, എല്ലാം ആ വാഹനത്തിലാണുള്ളത്. വാഹനം കാണുന്നില്ല. ആ സമയത്ത് അദ്ദേഹം വല്ലാതെ ധരിച്ചു. അവനെല്ലാ സ്ഥലത്തും ഒന്ന് ചെന്നു നോക്കി, എന്റെ വാഹനം എവിടെയെങ്ങാനും ഉണ്ടോ. അവന് ദാഹിക്കുന്നു, വല്ലാതെ ചൂടെടുക്കുന്നു, ഭക്ഷിക്കാൻ ഭക്ഷണം ആവശ്യമായി വരുന്നു. പക്ഷേ ഒരു സ്ഥലത്തും ഈ വാഹനം കാണുന്നില്ല, സഹായത്തിനൊരു വകുപ്പും ഒരു സ്ഥലത്തുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, ഞാൻ നേരത്തെ വിശ്രമിച്ച സ്ഥലത്തേക്ക് തന്നെ ഒന്ന് മടങ്ങട്ടെ, ഞാൻ അവിടെ ഒന്നുകൂടി ഒന്ന് വിശ്രമിച്ച് കിടക്കട്ടെ. അങ്ങനെ ഞാൻ പട്ടിണി കിടന്ന് മരിക്കുകയല്ലാതെ എന്ത് ചെയ്യും? അദ്ദേഹം മരിക്കണ്ടാണെങ്കിൽ മരിക്കട്ടെ എന്ന നിലക്ക് ആ സ്ഥലത്തേക്ക് മടങ്ങി വന്നു. കൈക്ക് തല കൈക്ക് വെച്ചിട്ട് സുബ്ഹാനല്ലാഹ്, കൈയിന്റെ നേരെ തലയിൽ വെച്ച് അദ്ദേഹം അവിടെ കിടന്നു. അല്പം ഒന്നങ്ങി മുറങ്ങിപ്പോയി. അവൻ ഉറക്കം തെളിഞ്ഞു. അവന്റെ പാനീയവും അവന്റെ ഭക്ഷണവും ഒക്കെ ഉള്ള ആ വാഹനം രണ്ടാമത് ഉറക്കിത്തെളിഞ്ഞു നോക്കുമ്പോൾ സമീപത്ത് വന്ന് നിൽക്കുന്നത് കാണുന്നു. അവന്റെ വാഹനം വന്ന് സമീപത്ത് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. ഒരു സാധനവും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാ സാധനങ്ങളും അതിന്റെ നേരെ തന്നെയുണ്ട്. എന്തായിരിക്കും അവന്റെ സന്തോഷം, എന്തായിരിക്കും അവന്റെ സംതൃപ്തി? ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു അസദ്ദു ഫറഹൻ ബിതൗബത്തിൽ അബ്ദിൽ മുഅ്മിനി മിൻ ഹാദാ ബിറാഹിലതിഹി വസാദിഹി. ഓ ജനങ്ങളെ, മനസ്സിന്റെ ഉള്ളിൽ ഉറച്ച ഈമാനുള്ളൊരു മനുഷ്യൻ, അവൻ അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുള്ളവനാണ്, അല്ലാഹുവിന്റെ തൗഹീദിൽ വിശ്വസിച്ചവനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അവൻ ഉറപ്പിച്ചവനാണ്. ആ അല്ലാഹുവിന്റെ ഖുർആൻ സത്യമാണെന്ന് അവൻ ഉറപ്പാണ്. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മുഴുവൻ സത്യമാണെന്ന് ഉറപ്പാണ്. ഉറച്ച വിശ്വാസം ഹൃദയത്തിലുള്ളവനാണ്. പക്ഷേ അവൻ പാപം ചെയ്തുപോയി, അബദ്ധം വന്നുപോയി, ദുർബല നിമിഷത്തിൽ തെറ്റ് സംഭവിച്ചുപോയി. ആ മനുഷ്യൻ മനസ്സിന്റെ ഉള്ളിൽ പേടിച്ച് ഖേദിക്കുമ്പോൾ, ആ ഖേദിക്കുന്ന മനുഷ്യന്റെ ഖേദം കാണുമ്പോ അല്ലാഹുവിന്റെ സംതൃപ്തി, ഈ വാഹനവും വസ്തുക്കൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയിട്ട് രണ്ടാമതും അത് പൂർണ്ണമായി തിരിച്ചു കിട്ടിയ മനുഷ്യന്റെ സംതൃപ്തിയില്ലേ, ആ സംതൃപ്തിയേക്കാൾ എത്രയോ ഉയർന്ന സംതൃപ്തിയാണ് പടച്ച റബ്ബിന് ഈ മുഅ്മിനായ മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, അദ്ദേഹത്തിൽ വന്ന അബദ്ധത്തിൽ ഖേദം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ റബ്ബിനുണ്ടാകുന്ന സംതൃപ്തി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഓ സഹോദരന്മാരെ, ഈമാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ ശരിക്ക് രൂഢമൂലമായാൽ തെറ്റ് ചെയ്തവൻ മനസ്സാക്ഷിക്കൊണ്ടുണ്ടാകും. അവന്റെ മനസ്സിൽ എപ്പോഴും അതാ ഈ പർവ്വതം എന്റെ ശരീരത്തിലേക്ക് വീഴുമോ എന്ന് ഭയപ്പെടുന്നത് പോലെ അവന്റെ മനസ്സിൽ ഭയമുണ്ടാകും. ആ മനുഷ്യൻ ഈമാൻ ഹൃദയത്തിലുള്ളവൻ ഒരു മുസ്ലിമിനെയും ശല്യം ചെയ്യൂല, ഒരമുസ്ലിമിനെയും ശല്യം ചെയ്യൂല.
അവനൊരു വർഗീയവാദിയാവുകയില്ല, അവനൊരു തീവ്രവാദിയാവുകയില്ല, അവനൊരു ഭീകരവാദിയാവുകയില്ല, അവൻ അനാവശ്യമായി സംസാരിക്കുകയില്ല. അവന്റെ സ്വഭാവം എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ മുഅ്മിനു മൻ അമിനഹു നാസ്, ഒരു ശരിയായ മുഅ്മിൻ മൻ അമിനഹു നാസ്, ജനങ്ങൾ മുഴുവനും അവനെ സംബന്ധിച്ച് നിർഭയരാണ്. ജനങ്ങൾ അവനെ സംബന്ധിച്ച് നിർഭയരാണ്. അവനാണ് ശരിയായ മുഅ്മിൻ. ഒരു ശരിയായ മുഅ്മിനെ സംബന്ധിച്ച് സത്യവിശ്വാസിയെ കുറിച്ച് അദ്ദേഹം ഒരു ശല്യമേ ചെയ്യുമെന്നൊരു തോന്നൽ മറ്റൊരാൾക്കും ഉണ്ടാവുകയില്ല. അത്തരക്കാരാണ് ശരിയായ മുഅ്മിൻ. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ പൂർവ്വകാല പണ്ഡിതന്മാർ, പൂർവ്വകാല മഹാന്മാർ, ആ മഹാന്മാരുടെ സമീപത്തിൽ ഹൈന്ദവരും ക്രൈസ്തവരും സാധാരണക്കാരും അസാധാരണക്കാരും പണക്കാരും പാവപ്പെട്ടവരും എല്ലാവരും വരും. പ്രാർത്ഥിക്കാൻ പറയും. അവരെ കൊണ്ട് അവർ വെള്ളം കൊണ്ടെത്തിക്കും, അവരെ കൊണ്ട് അവർ പ്രാർത്ഥിപ്പിക്കും. അവർക്ക് എല്ലാവർക്കും സ്നേഹം, ബഹുമാനം. അവിടെ മുസ്ലിം വ്യത്യാസം ഉണ്ടായില്ല. നമുക്കറിയില്ലേ, നമ്മുടെ ഈ കേരളത്തിൽ മുസ്ലിമീങ്ങൾക്ക് മാപ്പിളമാരിലാണ് പേര്. മാപ്പിളമാർ എവിടുന്നാണ് ഈ പേര് വന്നത്? ആദ്യകാലത്ത് മഹാനായ മാലിക് ദിനാറുള്ള മോഹനിയുടെ വന്നു, മാലിക് ഹരിയുള്ള മോഹൻ വന്നു, മാലിക് മോഹൻ വന്നു. അങ്ങനെയുള്ള ധാരാളം മഹാന്മാരിയുടെ വന്നു. സഹോദരന്മാര്, അതിനെ ആ മഹാന്മാർ ഇന്ത്യ രാജ്യത്തേക്ക് വന്നപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ നേരത്തെ ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു ഭരണാധികാരി പെരുമാൾ രാജാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഞ്ചി ഹജ്ജിയുമായി കിട്ടുന്നു. ഇഞ്ചി ഇന്ത്യ രാജ്യത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഔഷധമാണ് ഇഞ്ചി. ഇഞ്ചി ഭരണിയിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിയോടെ കൊടുക്കാൻ വേണ്ടി ചെന്നു. അത് ചെല്ലാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിശ്വാസികളായ ആളുകൾ ഒരു തെളിവ് കാണിച്ചു തരണം. മുഹമ്മദേ, നിങ്ങൾ അല്ലാഹുവിന്റെ ആളാണ് എങ്കിൽ തെളിവ് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി സഹീഹ് ബുഖാരി രേഖപ്പെടുത്തിയത് കാണാം. അവിശ്വാസികളായ അബൂജഹലിനെ പോലുള്ള കക്ഷികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ റസൂലാണെന്നതിൽ ഒരു തെളിവ് കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ചന്ദ്രനിലേക്ക് ചൂണ്ടി ചന്ദ്രൻ പിളർന്നതായി അവർ കാണുന്നു. ആ ചന്ദ്രൻ പിളർന്ന സംഭവം അത് കേരളത്തിൽ വെച്ച് കണ്ട വ്യക്തിയാണ് പെരുമാൾ രാജാവ്. ആ പെരുമാൾ രാജാവ് അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. സിലോണിൽ ആദമ്മല കാണാൻ വേണ്ടി സിലോണിലേക്ക് പോകുന്ന അറബികൾ കേരളത്തിൽ കപ്പലിറങ്ങിയപ്പോൾ രാജാവുമായി കാണാനും നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ അതിഥികളെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ കേരള എന്നതിന് അറബികൾ പലപ്പോൾ ഹൈറുള്ള എന്നാണ് പറയാറ്. അല്ലാഹുവിന്റെ കയ്യിൽ കിട്ടിയ രാജ്യം എന്ന നിലയ്ക്ക് ഹൈറുള്ളയാണ് കേരളമായെന്ന് ചില അറബികൾ പറയാറുണ്ട്. ഏതോ ഇരിക്കട്ടെ, നമ്മൾ സാധാരണയായി കേരളാടായതുകൊണ്ട് കേരളമായി നമ്മൾ പലരും പറയാറുണ്ട്. എന്തോ ഇരിക്കട്ടെ, ഈ കേരളത്തിൽ വന്ന ജനങ്ങളെ അറബികളെ സ്വീകരിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്ത പെരുമാൾ രാജാവും അവരുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നീതിയും സത്യവും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന സൗഹാർദ്ദവും സഹകരണവും സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സുന്ദരമായ ഇസ്ലാമിന്റെ ആശയങ്ങളെ കുറിച്ച് അവർ ജനങ്ങളുടെ മഹത്വത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനിലേക്ക് ചൂണ്ടി ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്ത അനുഭവം അവർ സാക്ഷീകരിച്ചപ്പോൾ ഞാൻ കേരളത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ പെരുമാൾ രാജാവ് നിങ്ങൾ മക്കയിലേക്ക് പോകുന്ന സമയത്ത് എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു.